നമ്മുടെ ഈ അതിരൂപതാ ദിനത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെയും സഭയുടെയും എല്ലാം ചരിത്രമോർത്ത് നമ്മൾ അഭിമാനിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വളർന്നത് മുഴുവൻ ഒരു സമൂഹമായിട്ടാണ്. അത് പഴയ നിയമം മുതൽ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കർത്താവ് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആരെയും വിളിച്ച് രക്ഷയിലേക്ക് നയിക്കുന്നില്ല. എല്ലാം ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കാനും ഒരു സമൂഹത്തെ രൂപീകരിക്കാനും ഒക്കെ ആയിട്ടാണ് കർത്താവ് എന്നും ജനത്തെ വിളിക്കുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആദ്യം സംഭവിച്ചത് അവരെല്ലാവരും വിശ്വസിച്ചു. അപ്പസ്തോലന്മാര് പ്രഘോഷിച്ചു, അവരെല്ലാവരും വിശ്വസിച്ചു. വിശ്വസിച്ചവർ എന്ത് ചെയ്തു എന്ന് നടപടി പുസ്തകത്തിൽ പറയുന്നുണ്ട്. വിശ്വസിച്ചവർ എല്ലാവരും ഒരു സമൂഹമായിട്ട് മാറി. വിശ്വസിച്ചവൻ ഒറ്റതിരിഞ്ഞു പോയി പ്രഘോഷിക്കുകയായിരുന്നില്ല. വിശ്വസിച്ചവരെല്ലാവരും ഒരു സമൂഹമായിട്ട് മാറി. അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പമുറിക്കൽ, കൂട്ടായ്മ എന്നിവയിൽ അവർ പങ്കുചേരുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടി ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കത്തോലിക്കന് ക്രിസ്ത്യാനിക്ക് ഒറ്റയ്ക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയാൽ അവന് സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ അവൻ്റെ കൂടെ മിനിമം ഒരാളെങ്കിലും കാണും, നരകത്തിൽ പോവുകയാണെങ്കിൽ ആ പഞ്ചായത്തിലെ എല്ലാവരും കാണുമെന്നാണ് പറയുന്നത്. കാരണം ഈ നന്മ വളരെ പതുക്കെയാണ് എല്ലാവരെയും സ്വാധീനിക്കുന്നത്. സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ ഒരാളെയെങ്കിലും ആ നന്മ സ്വാധീനിക്കാതിരിക്കുക, ഇച്ചിരി സമയമെടുക്കും. നരകത്തിൽ പോവുകയാണെങ്കിൽ എല്ലാവരും വരുമെന്ന് പറയുന്നത് തിന്മ വളരെ പെട്ടെന്ന് എല്ലാവരെയും സ്വാധീനിക്കും. ഏറ്റവും പെട്ടെന്ന് വിളിച്ചുകൂട്ടാൻ സാധ്യതയുള്ള കൂട്ടായ്മ ഈ വെള്ളവടിക്കാരുടെ കൂട്ടായ്മയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൂടും, വലിയ സന്തോഷമാണ്. ആ കൂട്ടത്തിൽ ആരെങ്കിലും ഈ മദ്യപാനം നിർത്തിയെന്നറിഞ്ഞാൽ ഏറ്റവും ദുഃഖവും അവർക്കാണ്. അവരെന്ത് വില കൊടുത്തും അയാളെ തിരിച്ച് കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഈ തിന്മയുടെ ശക്തിയാണത്. തിന്മ എപ്പോഴും വളരെ ആകർഷകമാണ്, നന്മ വളരെ പതുക്കെയാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒറ്റയ്ക്കൊരു രക്ഷയില്ല, ഒരുമിച്ച് മാത്രമേ ഉള്ളൂ. നമ്മുടെ സഭ വളർന്നതും അങ്ങനെയാണ്, ഒരുമിച്ചാണ്. ഞാൻ ഈ സീറോ മലബാർ സഭയെ വിസ്മയത്തോടുകൂടി കാണുന്നത്, നമുക്ക് അപ്പസ്തോലിക നേതൃത്വം പല നൂറ്റാണ്ടുകളിലും വളരെ കുറച്ച് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. 16-ാം നൂറ്റാണ്ട് വരെയുള്ള നമ്മുടെ ചരിത്രം അത്ര നമുക്ക് വ്യക്തമല്ല. എങ്ങനെയായിരുന്നു നേതൃത്വമെന്ന് നമുക്ക് വ്യക്തമല്ല. പേർഷ്യൻ സഭയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഇവിടെ അർക്കദിയാക്കോന്റെ നേതൃത്വത്തിലുള്ള ഒരു നേതൃത്വമായിരുന്നു. പിന്നീട് നമ്മൾ ലത്തീൻ ഭരണത്തിലേക്ക് കടന്നു വന്നു. വരാപ്പുഴ മെത്രാപ്പൊലീത്തായുടെ കീഴിലായി 1887 വരെ. 887 കോട്ടയം വികാരിയാത്ത് സ്ഥാപിക്കുന്നതും നമുക്ക് നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് നിയതമായ ഒരു രൂപം പ്രാപിക്കുന്നു. പക്ഷെ എന്നിട്ട് പോലും അന്ന് ഇതുപോലെ സമ്പർക്ക മാധ്യമങ്ങളൊന്നുമില്ലായിരുന്നിട്ടും സുറിയാനിക്കാരാണ് ഞങ്ങൾ എന്നുള്ള ആ ഒരേ ഒരു ചിന്തയിൽ, ആ ഒരേ ഒരു ബോധ്യത്തിൽ ഈ വലിയൊരു സമൂഹം ശക്തമായിട്ട് നിലകൊണ്ടു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. 16-ാം നൂറ്റാണ്ട് വരെ നമ്മുടെ ഇടയിൽ പിളർപ്പില്ല, ഒറ്റ സഭയാണ് നമ്മൾ. പിന്നീടാണ് സഭ പിളരുന്നെന്ന് പറഞ്ഞാൽ സഭയിൽ ഭിന്നതകൾ ഉണ്ടാകുന്നതുമെല്ലാം. അപ്പോഴും ഇങ്ങനെ ഒരു സമൂഹമായിട്ട് ഇത്രയും നൂറ്റാണ്ടുകൾ നിലനിൽക്കാൻ സാധിച്ചതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ സുറിയാനിക്കാരാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, സുറിയാനിക്കാരാണ്, നസ്രാണികളാണ് എന്നുള്ള ഒരു സ്വത്വബോധമാണ്. ആ സ്വത്വബോധമാണ് പലപ്പോഴും ഇന്ന് വളരെയേറെ കുറഞ്ഞു പോകുന്നത് എന്നുള്ളത് നമ്മളെ വ്യാകുലപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് കൂട്ടുമ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ 26-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽക്കാർ ആവർത്തിക്കേണ്ട ഒരു വിശ്വാസ പ്രമാണമുണ്ട്. അത് അവരുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു വിശ്വാസ പ്രമാണമാണ്. അതവരുടെ ചരിത്രം മുഴുവൻ അവർ ആവർത്തിച്ച് തങ്ങൾ ഒരു വലിയ രക്ഷാകരമായ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ച് ഏറ്റുപറയണം എന്നവരെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു വചനഭാഗം 5-ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണാം. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നീ ഇങ്ങനെ പറയണം, അലയുന്ന ഒരു അരമായനായിരുന്നു
എൻ്റെ പിതാവ്. ചുരുക്കം പേരോടുകൂടെ അവൻ ഈജിപ്തിൽ ചെന്ന് അവിടെ പരദേശിയായി പാർത്തു. അവിടെ അവൻ മഹത്തും ശക്തവും അസംഖ്യവുമായ ഒരു ജനമായി വളർന്നു. എന്നാൽ ഈജിപ്തുകാർ ഞങ്ങളോട് ക്രൂരമായി പെരുമാറുകയും ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങളെ കൊണ്ട് അടിമവേല എടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളുടെ നിലവിളി കേട്ടു. ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ദയും ക്ലേശവും മർദ്ദനവും അവിടുന്ന് കണ്ടു. ശക്തമായ കരം നീട്ടി ഭീതിജനകമായ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് കർത്താവ് ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തേനും പാലും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തരികയും ചെയ്തു. ആകയാൽ കർത്താവേ, ഇതാ അവിടുന്ന് എനിക്ക് തന്നിട്ടുള്ള നിലത്തിൻ്റെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തങ്ങൾ എവിടെ നിന്നാണ് വളർന്നു വന്നതെന്ന്, എവിടെയാണ് ആരംഭിച്ചതെന്ന്, എങ്ങനെയാണ് വളർന്നതെന്ന്, കർത്താവ് ഞങ്ങളെ എങ്ങനെയാണ് വിമോചിപ്പിച്ചതെന്നുള്ള ഒരു വലിയ തീവ്രമായ തീക്ഷ്ണമായ ഒരു ആത്മബോധമായിരുന്നു ഇസ്രായേൽ ജനത്തെ ഒരുമിച്ച് നിൽക്കാനും ഒരു ജനതയായിട്ട് തീരുവാനും എല്ലാം സഹായിച്ചത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മളിങ്ങനെ അണുകുടുംബങ്ങളായിട്ട് ചുരുങ്ങുകയും ഒന്നും രണ്ടും കുട്ടികളായിട്ട് മാത്രം മാറുകയും ഈ കുട്ടികളൊന്നും നാട്ടിലില്ല, എല്ലാം വിദേശത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിൽ നിന്ന് ഈ സമൂഹത്തെക്കുറിച്ചുള്ള ബോധ്യം, സമുദായത്തെക്കുറിച്ചുള്ള സ്വത്വബോധം അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളേറെയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്കും ചരിത്രത്തിൻ്റെ അനുസ്മരണങ്ങൾക്കുമെല്ലാം സാങ്കത്യമുള്ളത്. നമ്മൾ അഭിമാനപൂർവ്വം നമ്മുടെ സഭയെക്കുറിച്ച് ഓർക്കണം. ഏറെ പരീക്ഷീണമായ കാലഘട്ടങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ഈ പൊതുസമൂഹത്തിന് വലിയ സംഭാവനകൾ ചെയ്യാൻ എന്നും മുന്നിൽ നിന്ന ഒരു സമൂഹമാണ് നമ്മൾ സർക്കാരുകളോട് നമ്മളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിലപേശി നേടിയതൊന്നുമല്ല. നമ്മുടെയൊക്കെ കാർന്നോമാര് വിശ്വാസത്താൽ നിറഞ്ഞ് പൊതുസമൂഹത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും കാരുണ്യ ഭവനങ്ങളും എല്ലാം എന്ന് എവിടെയും അഭിമാനപൂർവ്വം പറയാൻ നമുക്ക് സാധിക്കും. ജനസംഖ്യയുടെ വലിപ്പം കണ്ട് കാണിച്ച് നമ്മൾ ആരോടും വിലപേശലിന് പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഒരു സമൂഹത്തിൻ്റെ സംഭാവനകളെ തമസ്കരിക്കുന്നതും ശരിയല്ല എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആരും പറയാതെ, ആരും നമ്മളോട് ആവശ്യപ്പെടാതെ തന്നെയാണ് നമ്മൾ സ്കൂളുകൾ ആരംഭിച്ചത്. നമ്മുടെ പൈതങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണമെന്നുള്ള തീക്ഷ്ണമായ മാതാപിതാക്കളുടെ താല്പര്യത്തിൻ്റെ പ്രതിഫലനമായിരുന്നു നമ്മൾ ആരംഭിച്ച സ്കൂളുകൾ. നമ്മൾ ഈ ആശുപത്രികൾ ആരംഭിച്ചതും ഈ നമ്മുടെ സുവിശേഷത്തിലെ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷകൾ തുടരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ സുവിശേഷത്താൽ നിർബന്ധിക്കപ്പെട്ട് നമ്മൾ ആരംഭിച്ച ശുശ്രൂഷകളാണ് ഈ പൊതുസമൂഹത്തിൻ്റെ തന്നെ വളർച്ചയ്ക്ക് കാരണമായത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്. നമുക്ക് മുന്നോട്ടുള്ള യാത്രയിലും നമുക്ക് നമ്മുടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കാനും നമ്മുടെ അതിരൂപതയുടെ പൊതുസംരംഭങ്ങളെയെല്ലാം വളർത്താനും നമ്മളെല്ലാവരും ഈ കുടുംബത്തിൻ്റെ ഭാഗമാണെന്നുള്ള ചിന്തയിൽ വളരാനും ഒക്കെ സാധിക്കേണ്ടതാണ്. കർത്താവ് ഈശോ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന, കർത്താവിൻ്റെ ചൈതന്യം നിറയുന്ന കുടുംബങ്ങളെ രൂപീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. നമ്മൾ ഈ സമുദായ ശാക്തീകരണ വർഷത്തിലും തുടർന്നുമെല്ലാം നമ്മൾ ശ്രമിക്കുന്നത് ബോധ്യങ്ങളുള്ള, വിശ്വാസബോധ്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ, ആത്മവിശ്വാസമുള്ള കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, കുടുംബങ്ങളെ രൂപീകരിക്കാനാണ്. ആ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് നിൽക്കാനും നമ്മുടേതായ സംഭാവനകൾ നൽകുവാനുമെല്ലാം നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് എന്നുള്ളത് കൂടി പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കേരളത്തിൽ നമുക്കൊരു പുതിയ സർക്കാരിനെ ലഭിച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷകരമാണ്. നമ്മുടെ പുതിയ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശനും അതുപോലെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാംഗങ്ങൾക്കും വിജയിച്ചു വന്ന എല്ലാ നിയമസഭാംഗങ്ങൾക്കും പുതിയ സർക്കാരിനും
ചങ്ങനാശ്ശേരി അതിരൂപതയുടെ എല്ലാ ആശംസകളും അനുമോദനങ്ങളും തേനുവാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. സഭ എന്നും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സർക്കാരുകളോട് കൈകോർത്തിട്ടുള്ള ചരിത്രത്തിൻ്റെ ഉടമയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും ആ തരത്തിൽ വളരെ ക്രിയാത്മകമായ ഒരു സഹകരണത്തിനായി നമ്മൾ അവരെ ഈ സർക്കാരിനെയും അതിന് പ്രതീക്ഷിക്കുകയാണ്. അതിന് സാധിക്കുമെന്നുള്ള വലിയ ഒരു ബോധ്യം നമുക്കെല്ലാവർക്കുമുണ്ട്. നമ്മുടെ അതിരൂപതാംഗമായ ഏക MLA ശ്രീ വിനു ജോബ് നമ്മളുടെ കൂടെ ഇന്നുണ്ട്. അദ്ദേഹം ഈ ഫൊറോന അംഗമാണ്, 4 കോടി ഇടവകാംഗമാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ഓർക്കുന്നു. അദ്ദേഹത്തിന് അതിരൂപതയുടെ പേരുള്ള അനുമോദനങ്ങൾ സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. അതുപോലെ ഈ കഴിഞ്ഞ 5 വർഷവും നമ്മുടെ പ്രതിനിധിയായിരുന്ന ശ്രീ ജോബ് മൈക്കിളിനെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. അദ്ദേഹം നമ്മളിൽ ഒരാളായി നമ്മുടെ ഈ അതിരൂപതയുടെ ആവശ്യങ്ങൾക്കെല്ലാം എന്നും നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മളിന്ന് എക്സലൻസ് അവാർഡ്, അതിരൂപതയുടെ ഏറ്റവും വലിയ ബഹുമതിയായ എക്സലൻസ് അവാർഡ് കൊടുക്കുന്ന 2 വ്യക്തികൾ. ഒന്ന്, നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ കുട്ടനാടിൻ്റെ MLA ആയിരുന്ന, വർഷങ്ങളോളം കുട്ടനാടിനെ ഇന്നത്തെ കുട്ടനാടാക്കി തീർത്ത ഡോക്ടർ KC ജോസഫാണ്. അദ്ദേഹം നമ്മുടെ അതിരൂപതയുടെ അഭിമാനപുത്രനാണ്. രാഷ്ട്രീയ രംഗത്ത്, സാമൂഹിക രംഗത്ത്, സഭാരംഗത്തെല്ലാം വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. അതോടൊപ്പം തിരുവനന്തപുരത്ത് നമ്മുടെ സീറോ മലബാർ സഭയുടെ തന്നെ യശസ്സുയർത്തത്തക്ക രീതിയിൽ തിരുവനന്തപുരത്തെ രംഗങ്ങളിൽ സാമൂഹിക പ്രവർത്തനത്തിലൂടെ മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ശ്രീമതി ശാന്ത ജോസ്. ലൂർദ് ഇടവകാംഗമാണ്. അവർ വർഷങ്ങളായിട്ട് അവിടെ ശുശ്രൂഷിക്കുന്നു. ഇപ്പോഴും തിരുവനന്തപുരത്ത് RCCയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതയാണ്. ഇവർ 2 പേരെയും അതിരൂപതയുടെ പേരിൽ അനുമോദിക്കുകയും അവർക്കെല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുക. നമ്മുടെ അതിരൂപതയിൽ ഇത്തവണ നമ്മളെല്ലാവരും നോക്കി പാർത്തിരിക്കുന്നത് നമ്മുടെ അഭിവന്യ പെരുന്തോട്ടം പിതാവിൻ്റെ വലിയൊരു ആഗ്രഹമായി നമ്മുടെ അതിരൂപത മുഴുവൻ ഏറ്റെടുത്ത പാറയിൽ പള്ളിയുടെ കൂദാശകർമ്മമാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു വികാരമാണ് പാറയിൽ പള്ളി. നമ്മുടെ അതിരൂപതയിലെ എല്ലാ കുടുംബങ്ങളും അതിൽ പങ്കാളികളായിട്ടുണ്ട്. നമ്മൾ നവംബർ 21-ാം തീയതി എന്നുള്ള ആ ഒരു ദിനത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു, പ്രാർത്ഥനാപൂർവം അതിൻ്റെ കൂദാശയ്ക്കൊക്കെ ആയിട്ട്. അതിനും നമ്മളെല്ലാവരും, നമ്മുടെ അതിരൂപത മുഴുവനും ഒരുമിച്ച് കൂടും. ആ ഒരു വലിയ സംഭവമാണ് നമ്മുടെ അതിരൂപതയിൽ നമ്മൾ പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ യുവദമ്പതികളുടെ അജപാലന അനുധാവനത്തിനായിട്ട് നമ്മൾ നസ്രാണി ഫാമിലി ഫ്രറ്റേണിറ്റി ഈ വർഷം ആരംഭിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ കുട്ടികളെ, 7ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ അനുധാവനം ചെയ്ത് അവർക്ക് മെച്ചപ്പെട്ട ഒരു ലക്ഷ്യബോധവും അതുപോലെ ഒരു കരിയർ ഓറിയൻറ്റേഷനും ഒക്കെ നൽകാനായിട്ട്, മൂല്യബോധവും നൽകാനായിട്ട് ലക്ഷ്യം വെച്ചുള്ള കാർപ്പ് അസ്പയർ എന്ന പ്രോഗ്രാം നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സഹകരണത്തോടു കൂടിയാണ് അത് നടത്തുന്നത്. അതിനായിട്ട് ഏതാണ്ട് 25ഓളം സിസ്റ്റേഴ്സ് തയ്യാറായിട്ടുണ്ട്. ആ പരിപാടിയിൽ 2000ഓളം വിദ്യാർത്ഥികളെ, അവരെ പ്രത്യേകമായ ഒരു അക്കമ്പനിമെൻ്റാണ് നമ്മുടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതും നമ്മൾ ഈ വർഷം ആരംഭിക്കുന്നു. അതോടൊപ്പം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളിൽ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഭവനം ആരംഭിച്ച്, ആശാഭവൻ ആരംഭിച്ച് ആ മേഖലയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരു അതിരൂപതയാണ് നമ്മുടെ അതിരൂപത. അവരുടെ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന നൈപുണ്യ വികസന തൊഴിൽദാന പദ്ധതി ഡോക്ടർ ജോർജ് പടനിലം ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് അതിരൂപത ആരംഭിക്കുന്ന ജീവനം എന്ന പദ്ധതിയും നമ്മൾ ഈ വർഷം പുതിയതായിട്ട് ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ കുടുംബദിനത്തിൽ നമ്മുടെ ഈ അതിരൂപത കുടുംബത്തെ എല്ലാം നമുക്ക് മനസ്സിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് കൂടെ നടക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. ആ വലിയ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഇവിടെ കാണുന്നതിനുള്ള വലിയ സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.